मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. കാരണം ഇന്ന് സിറ്റിയിൽ ഗുണ്ടകളുടെ പ്രശ്നം അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർക്കും തീർക്കാൻ കഴിയുന്നില്ല. സിറ്റി മുഴുവൻ കള്ളന്മാർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കണ്ടൻ പൂച്ച മീൻ മുഴുവൻ കട്ടു നടക്കുകയാണ്. സിറ്റി മുഴുവൻ ഇന്ന് ആപത്തിൽ പെട്ടിരിക്കുകയാണ്. അടികൈ ഏതെങ്കിലും സൂപ്പർ ഹീറോ വന്നെങ്കിൽ മാത്രമേ സിറ്റിയെ ഇവരിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. എന്തിനാ സൂപ്പർ ഹീറോ? സൂപ്പർ ഹീറോയിനും ഈ ജോലി ചെയ്യാൻ കഴിയും. ഈ ജോലി ഞാൻ ചെയ്തു തീർക്കും. ഞാനാകാൻ പോകുന്ന സൂപ്പർ ഹീറോയിൻ മിയാവ് ഗേൾ. താങ്ക് യു. ആരും ഇവിടെ നനങ്ങി പോകരുത്. ഞങ്ങൾ ഷോപ്പ് കൊള്ളയടിക്കാൻ പോവുകയാണ്. ഈ കടയിലേതല്ല. അതിന് ഇത് മോഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ഷോപ്പ് കൊള്ളയടിക്കാൻ പോകുന്നു എന്നാണ്. മിയാൻകളുള്ളതുവരെ ഈ സിറ്റിക്കകത്തും ആർക്കും കൊള്ളയടിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ കൈയടിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഹണി പോരാടിയതുപോലെ. നിനക്കെന്നെ നേരത്തെ അറിയാമോ? എനിക്ക് ഈ സിറ്റിക്കകത്ത് എല്ലാവരെയും അറിയാവുന്നതാണ്. അല്ല, നീ ആരാണ്? ഞാനോ? ഞാനാണ് മിയാൻ ഗേൾ. ഈ മിയാൻ ഗേൾ എവിടുന്നാണ് വന്നത്? എവിടെ നിന്നാണ് വന്നത് ഈ മിയാൻ ഗേൾ? ആരാണ് ഈ മിയാൻ ഗേൾ? ആർക്കും തന്നെ അറിയുകയില്ല. എന്നാൽ സിറ്റിയിൽ എല്ലാരെയും അവൾ സഹായിക്കുന്നുണ്ട്. മിയാൻ ഗേൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും അധികമായി ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഉറക്കം വന്നില്ലെങ്കിലും ആരും ഉറക്ക ഗുളിക ഇടേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങളുടെ സുരക്ഷയ്ക്കായി എത്തിയിരിക്കുന്നു ഇതാ മിയാൻ ഗേൾ. ആരാ ഈ മിയാൻ ഗേൾ? കാണാൻ കിറ്റിയെ പോലെയുണ്ട്. നിനക്ക് എപ്പോ നോക്കിയാലും കിറ്റിയെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആരുമാണ്? എന്നാലത് ആരാണ്? ക്യാറ്റ് തന്നെയാ. എന്നെ നന്നായിട്ട് മനസ്സിലായി. വീണ്ടും മണ്ടത്തരം പറയാൻ തുടങ്ങി കഴിഞ്ഞു. സംശയമുണ്ടോ? ഇല്ല. ജ്വല്ലറി ഷോപ്പിലേ ഞാൻ ഗുണ്ടകളുമായിട്ട് പോരാടുമ്പോ അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ജ്വല്ലറി ഷോപ്പിനെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അവൾ. അതെയോ? അതെ. എന്തൊരു ഫൈറ്റ് അവൾ ചെയ്തത്. ആരാ ഫൈറ്റ് ചെയ്തത്? മിയാൻ ഗേൾ. ഇതൊക്കെ കോമിക്സിൽ മാത്രമേ വരികയുള്ളൂ. അല്ല, ഞാൻ കണ്ടതാണ്. വല്ലാത്ത ശക്തി അവൾക്ക്. വെറുതെ മണ്ടത്തരം പറയണ്ട. ഒരു മിയാൻ ഗേൾ 4 ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്തെന്നോ? അല്ല, നിനക്കെങ്ങനെ അറിയാം ഗുണ്ടകൾ 4 പേരാണെന്ന്? ഒരു ഗുണ്ട എന്തായാലും ഷോപ്പ് കൊള്ളടിക്കാൻ വരില്ല. 3-4 പേർ ഉണ്ടാകുമല്ലോ.
കിറ്റി എത്രമാത്രം ഇന്റലിജന്റ് ആണ്. നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ആരും തന്നെ ഇല്ല. ശരി, എന്തായാലും മിയാങ്കൾ പോലെ ഒരു കുട്ടി വന്നതുകൊണ്ട് സിറ്റിയിലുള്ള ക്രൈംസ് എല്ലാം കുറഞ്ഞു പോയിരിക്കുകയാണ്. അല്ല, ഈ മിയോങ്കൾ ആരാണ്? ആരടാ ഈ മിയാവുൻ ഗേൾ? വെറും ഒരു പൂച്ചയാണെന്ന് തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ മിയാവുൻ ഗേളിനെ പിടിക്ക. സിറ്റിക്കകത്തുള്ള എന്റെ ടെറർ ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. അവളെ എവിടെയാ പോയി അന്വേഷിക്കുക? അവളെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൾ നമ്മളെ അന്വേഷിക്കും. കാരണം സൂപ്പർ ഹീറോയിൻ അല്ലേ. ആരെങ്കിലും ഒരാൾ കൊള്ളക്കാരിൽ നിന്നും കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് അവൾ തീർച്ചയായും വരുമല്ലോ. അപ്പൊ അവൾക്ക് കൊടുക്കാം പണി. രക്ഷിക്കണേ എന്റെ പൊന്നുമക്കളെ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഒരു പാവ സ്ത്രീയെ ഈ കശ്മലന്മാർ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ രക്ഷിക്കും മക്കളെ, അല്ലെങ്കിൽ എനിക്ക് തരും 8ന്റെ പണി. അവരെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്, എന്നിട്ട് ഈ മിയാങ്കളിനെ പിടിക്ക. കൊടുക്കാം ഒരു 8ന്റെ പണി. എന്റെ ആൾക്കാരാണ്. ഇത് നിന്നെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു. നിനക്ക് തരാം 8ന്റെ പണി. മിയാങ്കളെ പിടിക്കുന്നത് ബുദ്ധിമുട്ട് മാത്രമല്ല, വളരെ കഷ്ടപ്പാട് കൂടിയാണ്. അങ്ങോട്ട് നോക്ക് മിയാങ്കൾ. കെട്ടിപ്പോയി. ഇനി കൊടുക്കാം 8ന്റെ പണി. മിയോങ്കളിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വെറുതെ വിടരുത്. വരൂ. മിയാങ്കളിനോടൊപ്പം ക്യാറ്റ്മാനും ഡോഗ്മാനും എങ്ങനെയാണ് വന്നത്? ജ്വല്ലറി ഷോപ്പ് ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം. സബാഷ് മണി, ഇനി നന്നായിട്ട് കൊടുക്ക്. ഇവൾക്കെന്നെ അറിയാമോ? ഫൈറ്റിംഗ് സ്റ്റൈൽ കിറ്റിയെ പോലെ തന്നെയുണ്ട്. ഇത് 100% കിറ്റി തന്നെയാണ്. വിടൂ, നിയമം ആരും കയ്യിലെടുക്കരുത്. പോലീസ് എത്തിക്കഴിഞ്ഞു. മാറി നിൽക്കൂ, മാറൂ. ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. തരും ഞാൻ 8ന്റെ പണി. ആദ്യം നിനക്ക് തരാം പോലീസിന്റെ 8ന്റെ പണി. ബൈ.
എത്തിക്കഴിഞ്ഞു. പക്ഷേ മിയാങ്കാൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സംശയമുണ്ടോ? കിറ്റി, ഞങ്ങൾ വീണ്ടും മിയാങ്കാളിനെ കണ്ടു. അതെയോ? മിയാങ്കാളിന് വിട്ടേക്ക്. കിറ്റി, ഇത് പറ, കിട്ടി നിനക്ക് എട്ടിന്റെ പണി? ഇല്ല, ഞാനത് പിന്നെ വെറുതെ. അല്ല, നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചു അല്ലേ? ഞങ്ങളെല്ലാവരും ഹണിയല്ല, കണ്ടെത്താതിരിക്കാനായിട്ട്. എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇതിനാണ് പറയുന്നത്, എത്ര ഒളിച്ചു വെച്ചാലും ചില കാര്യങ്ങൾ പുറത്തേക്ക് വരും. സംശയമുണ്ടോ?